ആരിഫ് സർ, നമ്മൾ ഇതാ ഒരു പരസ്യമായ ഒരു യുദ്ധത്തിന് ഇങ്ങനെ ആ യുദ്ധ വാർത്ത ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ തേടിയെത്തും എന്ന് ഉള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഇപ്പൊ പൊട്ടും എന്ന് പറയുന്നത് പോലെ ഇതിപ്പം ഈ പഹൽഗാം ഭീകരാക്രമണം മാത്രമൊന്നുമല്ല, നമ്മളിത് കുറേ കാലങ്ങളായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യം, എന്താണ് ഒരു ശാശ്വത പരിഹാരം? ശാശ്വത പരിഹാരം ഞാനത് എങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നതെന്നും കൂടി ഒന്ന് പറയാം. ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത വന്നത് കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. ആ പോകുന്ന സമയത്ത് ഒരു വാർത്തകൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട് പഹൽഗാമുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. അപ്പോൾ അതിൽ ഒരു വാർത്ത പ്ലേ ചെയ്യുന്നു. അത് കശ്മീരിലെ ജനത ഒരു യുദ്ധം അത് മുൻകൂട്ടി കണ്ട് കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടന്നിരുന്ന അവരുടെ ബങ്കറുകൾ, ബോംബ് ഷെൽട്ടറുകൾ, അതൊക്കെ വൃത്തിയാക്കുന്നു. അതിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ആ വഴികളൊക്കെ ഒരുക്കിയിടുന്നു. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത, ആ വാർത്ത വളരെ ഒരു വാർത്ത വായിക്കുമ്പോൾ ആ ഒരു രീതി അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, നമ്മളൊക്കെ സിനിമയിലൊക്കെ കേൾക്കാറുള്ള പോലെ. അതുപോലെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ പല മുതിർന്നവരൊക്കെ പറഞ്ഞും ഒക്കെ കേൾക്കാറുള്ള കാര്യങ്ങൾ അത് നമ്മൾ മുന്നിലൂടെ ഇപ്പോൾ ഇങ്ങനെ കാണുന്നൊരവസ്ഥ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കശ്മീരി ജനത ജീവിക്കുന്നത് ഇന്ത്യയിൽ, ഞാൻ ഒരു മലയാളി ജീവിക്കുന്നത് അതും ഇന്ത്യയിൽ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ബോംബ് ഷെൽട്ടറിൽ പോകേണ്ട ഒരു അവസ്ഥ, നമ്മളുടെ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ബോംബ് ഷെൽട്ടർ പണിതിടേണ്ട ഒരു അവസ്ഥ അത് നമുക്കില്ല. പക്ഷേ കാശ്മീരികളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സാധനം പണിതിടേണ്ടി വരുന്നു. അത് എപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോൾ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും ബോംബ് ഷെൽട്ടറാണ്, എപ്പോൾ വേണമെങ്കിലും ഓടിക്കളിക്കാം, അതിനകത്തേക്ക് ഓടിക്കയറാം. ഓടിക്കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുകളിൽ കുട്ടികൾക്ക് ബോംബ് ഷെൽട്ടറിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ കളിക്കാനുള്ള സാധനങ്ങളുടെ രൂപത്തിലാണ് ബോംബ് ഷെൽട്ടർ പണിത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അതിനകത്ത് തന്നെ നിന്നാൽ മതി, അവർക്ക് ബോറടിക്കില്ല ബോംബ് ഷെൽട്ടറിനകത്ത് നിൽക്കുമ്പോൾ. അതുപോലെ വരെ അവർ ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഗതികേട് അവിടെ ഉണ്ട്. ഏതായാലും അത്രയ്ക്കൊന്നും നമുക്കില്ലെങ്കിലും കശ്മീരിലെ ജനത ഇങ്ങനെ ബോംബ് ഷെൽട്ടറുകൾ, ബങ്കറുകളൊക്കെ പണിത് വെക്കേണ്ട ഒരു ഗതികേടുണ്ട്, നമുക്കതില്ല. അപ്പോഴാണ് ആലോചിക്കുന്നത് ഇതിനെന്താണ് പോംവഴി എന്നുള്ളൊരു ചിന്ത വരുന്ന അവിടെയാണ്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, ഇതുപോലെ അക്രമം ഉണ്ടാവുന്നു, അതിനകത്ത് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നു, നമ്മൾ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്നു പറയുന്നു, അവിടെ പോയിട്ട് 2 ബോംബിടുന്നു, കുറേ കാലത്തേക്ക് എല്ലാം ശുഭം, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും, നമ്മളെ സൈനികർ ഇങ്ങനെ അതിർത്തിയിൽ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കും, അടുത്ത ബോംബ് വരുന്നുണ്ടോ, അടുത്ത ആളുകൾ വരുന്നുണ്ടോ, നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു. എത്രമാത്രം കോടിക്കണക്കിന് രൂപയാണ് ഇതിനൊക്കെ ചിലവാക്കുന്നത്. അതുകൂടാതെ കുറേ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പുൽവാമയായിട്ടും അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ അറ്റാക്കുകൾ, ഇന്നാളിപ്പോൾ റയീസിൽ ഇതേപോലെ ഒരു തീവ്രവാദ ആക്രമണം നമ്മളുടെ ഒരു പിൽഗ്രിംസിന് നേരെ നടന്നു. ഇതിങ്ങനെ വീണ്ടും വരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റേറ്റും അതിൻ്റെ രീതികളൊക്കെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇതിൻ്റെ അക്രമം ഉണ്ടാവുന്നത് കുറേ കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നു, എന്നാൽ പോലും ഇത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പറയുന്നതെല്ലാം തന്നെ ഇതിൻ്റെ യുദ്ധങ്ങൾ, അവർക്ക് ഉത്തരങ്ങൾ കൊടുക്കുക, ഇക്കോണമിക്കായിട്ടുള്ള രീതികൾ, സാങ്ഷൻസ് അല്ലെങ്കിൽ സൈനികമായ നടപടികൾ, ഇതിനപ്പുറത്തേക്ക് വേറെന്താ ചെയ്യാൻ ഉള്ളത്, എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒറ്റമൂലി എന്ന് പറയുന്ന രീതിയിലൊരു സംഗതി സാധ്യമാണോ എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ ഈ ഒറ്റമൂലി വിശ്വാസിയല്ല. ഒറ്റമൂലിയായിട്ട് നമുക്ക് ഒരു കാര്യത്തെ കാണാൻ കഴിയില്ല, അത് ശരിയല്ല എന്നാണ് നമ്മൾ പറയുക. കാരണം ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം തന്നെ എപ്പോഴും മൾട്ടി ഫാക്ടോറിയലാണ്, പല പല ഘടകങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു മൾട്ടി ഫാക്ടോറിയൽ ആണെങ്കിൽ പോലും അതിനൊക്കെ മുന്നേ ഒരു ചെയിൻ റിയാക്ഷനാണ് നമ്മൾ പറയുമ്പോൾ, ആ ചെയിൻ റിയാക്ഷൻ്റെ ഒരു തുടക്കത്തിലൊരു റിയാക്ഷൻ ഉണ്ട്, ഒരു ഇനീഷ്യേഷൻ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഏതാണ്, അത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യത്തെ എന്താണ് ആ കാര്യം നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന സംഗതി, കാഫിർ വിരുദ്ധത എന്ന് പറയുന്ന സംഗതി, ഇതെല്ലാം പാകിസ്ഥാനിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും ഒരു പരിധിവരേക്കും പിന്നെ ബംഗ്ലാദേശിലൊക്കെ നിലനിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ബോധവാനാകേണ്ടത്. അതായത് ഇന്ത്യക്കെതിരെ നിലകൊള്ളുക എന്ന് പറയുന്നത് അത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് എന്നുള്ളതിനേക്കാൾ ഉപരി അത് അവരുടെ ഒരു മതപരമായിട്ടുള്ളൊരു സ്റ്റാൻസും കൂടിയാണ് എന്ന് നമ്മൾ എത്ര പേര് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഞാനിത് പറയുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം ഇന്ത്യ വിരുദ്ധത എങ്ങനെയാണ് മതത്തിൻ്റെ സ്റ്റാൻസ് ആവുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടുത്തെ മദ്രസകളിൽ പല വേദികളിലും പാഠപുസ്തകത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷേ ഉസ്താദുമാർ ഒളിഞ്ഞും തെളിഞ്ഞും പഠിപ്പിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ മുസ്ലിങ്ങൾ ജോലിയെടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് ഇപ്പോൾ കേൾക്കുമ്പോൾ നീതു പോലും ചിലപ്പോൾ ഇങ്ങനെ
അന്താളിച്ചിരിക്കും, ഇങ്ങനെയൊക്കെ ഇവിടെ പഠിപ്പിക്കും എന്നുള്ളൊരു ചിന്ത. ഇന്ത്യൻ മുസ്ലിങ്ങൾ എത്ര പേര് ഈ സൈന്യത്തിലുണ്ട് എന്നൊക്കെ ചോദിക്കും. ഉണ്ട്, ഞാൻ അങ്ങനെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സൈന്യത്തിൽ ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്ലാം അറിയുന്ന, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഒരു കാര്യം, ഒരു ഇൻസ്ട്രക്ഷൻ അറിയുന്ന ഒരു മുസ്ലിം എന്ന് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാകാൻ സാധ്യതയുള്ള ഒരു മുസ്ലിം, ഒരു ജിഹാദിയാകാൻ പൊട്ടൻഷ്യലുള്ളൊരു മുസ്ലിം, അവൻ ഒരിക്കലും ഇന്ത്യൻ സൈന്യത്തിൽ ചേരില്ല. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതിന് കാരണം എന്താണ്? അത് കാഫിറാണ്, കാഫിറിൻ്റെ സൈന്യമാണ്. കാഫിറിൻ്റെ സൈന്യം വെടിവെക്കാൻ പോകുന്നത് പാകിസ്ഥാനെയാണ്, പാകിസ്ഥാന് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള പാകിസ്ഥാനെ വെടിവെക്കുക എന്ന് പറയുന്നത് അതൊരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ഇവിടെ പഠിപ്പിച്ചു വെക്കുന്നത്. ഇത് പറയുന്ന വേദികൾ ഇവിടെ ഉണ്ട്, മതവേദികൾ ഇവിടെ ഉണ്ട്. എന്താ നമുക്കതിന് ചെയ്യാൻ കഴിയുക? ഇനി സമാനമായ സംഗതി പാകിസ്ഥാനിലേക്ക് നിങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ സൈന്യത്തിൽ ചേരരുത്, ഇവിടെ പാകിസ്ഥാന് വന്നു കഴിഞ്ഞാൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം. കാശ്മീരിലെ ജനതയിൽ ഒരു ചെറിയ ശതമാനം ആളുകൾ എങ്ങനെയാണ് ഈ ഇൻസൈഡർ സപ്പോർട്ട് ഈ പറയുന്ന തീവ്രവാദികൾക്ക് കൊടുക്കുന്നത്? അവരുടെ അതിനുള്ള ചേതോവികാരം എന്താണ്? അതും ഈ പറഞ്ഞ സാധനം തന്നെയാണ്. അതായത് അവർ വരുന്നത് ഒരു ജിഹാദി പ്രവർത്തനത്തിന് വേണ്ടിയാണ്, ജിഹാദിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്, അവർ ചെയ്യുന്നത് ജിഹാദാണ്. അപ്പോൾ ആ ജിഹാദിന് സഹായം നമ്മൾ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, അത് ഈ പറയുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ മത സെറ്റിങ്സിൽ ഇവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. ഇനി പാകിസ്ഥാനിലുള്ള ആളുകൾ അവരെന്താണ് കൊടുക്കുന്നത്? അവിടെ സ്കൂൾ കുട്ടികളെ അടക്കം പഠിപ്പിക്കുന്നു, പറഞ്ഞ് ശീലിപ്പിക്കുന്നു. ഇന്ത്യ നമ്മുടെ ശത്രുവാണ്. ഇന്ത്യ നമ്മുടെ ശത്രുവായത് എന്തുകൊണ്ടാണ്? ഇന്ത്യ നമ്മുടെ ശത്രുവായത് അത് കാഫിറുകളുടെ രാജ്യമായതുകൊണ്ടാണ്. അത് ഹിന്ദു എന്നല്ല പറയുന്നത്, കാഫിറുകളാണ് എന്നാണ് പറയുക. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്, ഇതാണ് പറയുക, ബഹുദൈവ ആരാധകരാണ്, ഇതാണ് അവരവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാഫിറുകളായിട്ടുള്ള ഹിന്ദുത്വ ഐഡിയോളജി കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യയിലുള്ളത്. അവരോട് നമ്മളെന്നും ശത്രുത പുലർത്തണം. കാരണം അവർ മുസ്ലിം രാജ്യമാകുന്നത് വരേക്കും, അത് ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നവരേക്കും അവർ നമ്മുടെ ശത്രുവാണ്. ഇതാണ് അവിടെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പാകിസ്ഥാൻ എക്കാലവും നമ്മളെ ശത്രുവാണെന്നുള്ളൊരു നിലപാട് ഇന്ത്യക്കുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? കാശ്മീരിലെ കുട്ടികളെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ പാകിസ്ഥാൻ എന്നും നമ്മുടെ ശത്രുക്കളാണ് എന്ന്? ഇല്ല. നിലവിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നിലവിൽ കുറച്ച് ശത്രുതയുണ്ട്, അത് നമ്മൾ പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന വിഷയങ്ങളെ ഇവിടെ ഉള്ളൂ എന്നല്ലേ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഇവിടെ വാജ്പേയി പണ്ട് ചെയ്തത്? ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തുമ്പോൾ എന്താ നമ്മൾ കണ്ടത്? അതൊരു റിലേഷൻ ബിൽഡിങ്ങിൻ്റെ ഒരു വഴിയാണ് നമ്മളവിടെ കണ്ടത്. പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ട സമയത്ത് മോദി എന്താ ചെയ്തത്? നേരെ നവാസ് ഷെരീഫിനെ പറന്നിറങ്ങി അവിടെ പോയി ഷോൾ അണിയിച്ച് ഒരു ബിരിയാണിയും കഴിച്ച് തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു, ആരോടും പറയാതെ. എന്താണ് അവിടെ കണ്ടത്? അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ഡിസ്പ്ലേ ഓഫ് ഒരു നാഷണൽ കോപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡിംഗ്. ഇതൊക്കെയാണ് നമ്മളവിടെ അന്ന് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ രീതി അതാണ്. നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തെ എല്ലാ കാലവും ശത്രുവാകുന്നത് ആ രാജ്യം എന്നുള്ള ഐഡൻറ്റിറ്റിയുടെ പുറത്തല്ല. അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല, ബംഗ്ലാദേശിൽ അങ്ങനെയല്ല. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസത്തെ നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്, അന്താരാഷ്ട്ര സമൂഹം എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്? അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എന്ന് പറയുന്നത് വെറും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഏതുപോലെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അത്രേ അവർ ഇതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല എന്നും, ഇതിനകത്ത് ഇങ്ങനെ പോയാൽ ഇത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കൊണ്ട് ഇത് മാറില്ല എന്നും പറഞ്ഞുകൊണ്ട്, എന്നാൽ ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആൻറ്റി സെമിറ്റിക് ആയിട്ടുള്ള ജൂതവിരുദ്ധത അടക്കമുള്ള കാര്യങ്ങൾ അതും കൂടി പരിഹരിച്ചാലേ ഇതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് 2020 ഒരു അബ്രഹാം അക്കോർഡ്സ് അതിനുവേണ്ടി ശ്രമിച്ച് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആദ്യമായിട്ട് ഇസ്രായേലും UAEയും തമ്മിൽ ഒരു കരാറുണ്ടാക്കി, ബഹ്റൈനൊക്കെ തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് പിറവിയെടുത്ത അബ്രഹാം അക്കോർഡ്സ്. ആ സംഗതി പിന്നീട് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ അവിടെ കാണുന്ന ആ പ്രവൃത്തികളിൽ അവരേത് തരം ആക്ഷൻ മുന്നോട്ട് വെക്കുമ്പോഴും ഈ അബ്രഹാം അക്കോർഡ്സ് ആണ് അതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ടായിട്ട് അവരോട് വെക്കുന്നത്. അതാണ് ആ ന്യൂട്രൽ പോയിൻ്റായിട്ട് അവിടെ വെക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളെ റാറ്റിഫൈ ചെയ്യുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ജൂതവിരുദ്ധതയാണോ അവിടുത്തെ വിഷയം? ഇതാണ് അവിടുത്തെ അന്വേഷണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ സൈനിക നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റുമുണ്ടായിരുന്ന 8-10 രാജ്യങ്ങൾ ശ്രമിച്ചപ്പോഴും ആ ശ്രമത്തിൻ്റെ ഇടയിൽ ഇറാനിൽ നിന്നൊക്കെ വരുന്ന അത്തരം അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഇസ്രായേലിന് സഹായമായിട്ട് വന്നത് സൗദി അറേബ്യയാണ്. അതായത് റിയൽ ടൈം ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നു സൈനികമായിട്ട്. അതായത് എവിടെ എത്തുന്നു, അവരുടെ എയർ സ്പേസ് അവർക്ക് തുറന്നിട്ട് കൊടുക്കുന്നു. ഇതാണെന്ന് കണ്ടത്. ഇത് സൗദി അറേബ്യ പച്ചയ്ക്ക് സമ്മതിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അത് സാധ്യമായത്?
കാരണം അവർ അഡ്രസ്സ് ചെയ്തത് കോർ ഇഷ്യൂ ആണ്, ജൂതവിരുദ്ധതയാണ് അവരവിടെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയത്. എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്തത്? അവരുടെ പാഠപുസ്തകങ്ങളിലടക്കം അവർ മാറ്റം വരുത്തുന്നു. ജൂതന്മാരെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ആളുകളാണ്, അവർ ഇതുപോലെ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്, അത് ഇസ്ലാമിന് അന്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൂതന്മാരെ വളരെ നികൃഷ്ടരായ ജീവികളായിട്ടും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജൂത കൂട്ടക്കൊലയൊക്കെ നടന്നിരുന്ന നമ്മളുടെ ഹിറ്റ്ലറിൻ്റെ കാലത്ത് എങ്ങനെയാണോ ജൂതരെ വിശേഷിപ്പിച്ചിരുന്നത്, സമാനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വളരെ മോശപ്പെട്ട വാക്കുകൾ, പന്നികളാണ്, അല്ലെങ്കിൽ അവർ ഈ എന്താണ് ഡാർക്ക് മാജിക് ചെയ്യുന്ന ആളുകളാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ദുഷിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ജൂതന്മാർ വിശേഷിപ്പിച്ചിരുന്ന പോലും. പാലസ്തീനിലെ ഇന്നും ഈ അവിടെ ഉള്ള ചില സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ചില പുസ്തകങ്ങളിൽ അവരിന്നും ഈ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന, എണ്ണാൻ പഠിപ്പിക്കുന്നതൊക്കെ സൂയിസൈഡ് ബോംബേഴ്സിനെയൊക്കെ നിരത്തി നിർത്തിയിട്ട് എണ്ണിയാണ് പഠിപ്പിക്കുന്നത്. ചില അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് ഷാ ഫോർ ഷഹീദ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് അവരുടെ ചെറിയ പിഞ്ചു കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്. അവർ നടത്തുന്ന ഡ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 7 അവരെന്താണ് നടത്തിയത്, ഇതാണ് ചെറിയ കുട്ടികളെ കൊണ്ട് ഡ്രില്ലായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോസും ടെക്സ്റ്റ് ബുക്കിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു ഇതുപോലെ ഇനി സൗദി അറേബ്യയിലേക്ക് വന്നാൽ, മിഡിൽ ഈസ്റ്റിൽ UAE വന്നാൽ, ഇവിടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരുന്നത് ജൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികൃഷ്ടരാണ് എന്ന രീതിയിൽ. ഇത് സൗദി അറേബ്യയിൽ മാത്രം ടെക്സ്റ്റ് അല്ല, ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ആദ്യത്തെ സൂറത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ചില വാക്യങ്ങൾ മുസ്ലിങ്ങൾ മാത്രമാണ് നേരായ വഴി, ബാക്കിയൊക്കെ വഴി പഴച്ചവരാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ ഇവരെയൊക്കെ ഉപമിച്ചിരിക്കുന്നത് കുരങ്ങന്മാരോടും പന്നികളോടുമാണ്, മുസ്ലിങ്ങൾ മാത്രമാണ് മനുഷ്യന്മാരുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഖുർആനിലുള്ളപ്പോൾ ഇത് തന്നെയാണ് ഇവർ ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചത്. പക്ഷെ അതെല്ലാം ഈ അബ്രഹാം അക്കോർഡ്സിന് ശേഷം പരിഷ്കരിക്കപ്പെടുന്നു. ഇപ്പോൾ അവരവിടെ ചെയ്യുന്നത് ഇതുപോലുള്ള വാക്കുകളില്ല, ഇത് നമ്മളെപ്പോലെ മറ്റൊരു മതം അത്രയേ ഉള്ളൂ എന്ന രീതിയിലേക്ക് വരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്സിൽ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ പഠിക്കുന്ന സമയത്ത് ഹിന്ദു ഫെസ്റ്റിവൽസിൽ നമ്മൾ ഭാഗമാകുന്നു, ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസിൽ നമ്മൾ ഭാഗമാകുന്നു. ക്രിസ്മസിന് കേക്ക് മുറിക്കുന്നതായിട്ടും ഓണത്തിന് ആഘോഷിക്കുന്നതായിട്ടും, മുസ്തഫ രാമൻ്റെ വീട്ടിൽ പോയിട്ട് ഓണത്തിന് പായസം കുടിച്ചു എന്നൊക്കെ നമ്മളെങ്ങനെയാണ് അവിടെ ചിത്രങ്ങളും അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ വായിച്ചൊക്കെ നമ്മളിവിടെ പഠിക്കുന്നത് എന്ന മാതിരി ശബ്ബത്തിന് അബൂബക്കർ അവിടെ ജൂതനായ മറ്റേ റഹാൻ്റെ വീട്ടിൽ പോകുന്നു, എന്നിട്ട് കഴിക്കുന്നു, എന്നിട്ട് അവരവിടെ ശബ്ബത്ത് ഡിന്നർ അവിടെ കഴിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. ഇതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണാം മിഡിൽ ഈസ്റ്റിൽ ജൂത വിരുദ്ധത എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ജൂതവിരുദ്ധത നിൽക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു റൂട്ട് കോസ്, അതിനെ നമ്മൾ കണ്ടെത്തി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അബ്രഹാം അക്കോർഡ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലും ഒരു ശാശ്വത പരിഹാരത്തിൻ്റെ ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലി എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് കോസിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് ഈ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന ഒരു വിഷയം അത് പാകിസ്ഥാനിലും ഇന്ത്യയിലും നിലനിൽക്കുന്നു. അത് നമ്മൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അബ്രഹാം അക്കോർഡ്സ് എന്നുള്ളൊരു പേര് നമ്മൾ മാറ്റിവിട്ടത്, ഞാൻ പറയുക ഇതിനകത്തൊരു വലിയ മാതൃകയാക്കേണ്ട വ്യക്തി വാജ്പേയി തന്നെയാണ്. ഒരു വാജ്പേയി അക്കോർഡ്സ് എന്ന് പേരിട്ടിട്ട്, അല്ലെങ്കിൽ വാജ്പേയി ട്രീറ്റി, അല്ലെങ്കിൽ ഒരു പീസ് മൂവ്മെൻറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ടിട്ടാണെങ്കിൽ പോലും അതിന് നമ്മളൊരു അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് ആ രീതിയിൽ പാകിസ്ഥാനെയും പ്രഷറൈസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാൻ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ അടക്കം ഒരു സമ്മർദ്ദം അതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു സാധനം, കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തുന്നയിക്കപ്പെടുന്ന സാധനമാണ് ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന സംഗതി, ഇന്ത്യയെ ആക്രമിക്കുക. ഇത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ഡോക്ട്രിനാണ്, ഒരു വലിയ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. മുഹമ്മദ് നബി പറഞ്ഞ കാര്യമാണ്. അതായത് ഇന്ത്യയെ ആക്രമിക്കുന്ന ആളും അതുപോലെ തന്നെ ഈസാ നബിയോടൊപ്പം യുദ്ധത്തിന് പിന്നീട് വരുന്ന ആളും ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ എത്തും, നരകത്തിൽ പോവില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ ഇന്ത്യയെ ആക്രമിക്കുക, ഇത് ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓരോ ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയ മുസ്ലിമിനും, അതായത് ഓരോ ജിഹാദി മുസ്ലിമിനും അതൊരു വലിയ ലക്ഷ്യമാണ്. ഇതറിയാത്ത മുസ്ലിം നമ്മളിത് പറയുമ്പോൾ അവന് വലിയ വിഷമാവും, അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഇതവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാനിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അവിടുത്തെ യുവാക്കൾ, അവിടുത്തെ സെലിബ്രിറ്റീസ് പറയും. ഷുഐബ് അക്തർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷയം. ഇത് വലിയ വിവാദമായതാണ്. ഗസ്വായ് ഹിന്ദ് എന്ന് തന്നെയാണ് ആൾ അവിടെ ഉപയോഗിച്ചത് വാക്ക്. അങ്ങനെ ഉപയോഗിച്ച് അതിനുശേഷം നമ്മൾ അപ്പുറത്തേക്കും പോകും എന്നൊക്കെ പറഞ്ഞ് ആൾ വലിയ വീരവാദം മുഴക്കിയത് TV-യിൽ ഇൻ്റർവ്യൂ ആയിട്ട് വരികയും അത് വലിയ ചർച്ചയായതാണെന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ട് മാറുന്നു. ഇപ്പോൾ പഹൽഗാം അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പഴിചാരിക്കൊണ്ട് ഇതിന്ന് ഒളിച്ചു കടത്താൻ വേണ്ടി നോക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഒരു ഗൂഢലക്ഷ്യം തന്നെയാണ്. ഇത് നമ്മുടെയാണ്, ഇത് നമ്മളുടെ കയ്യിലേക്ക് വരേണ്ടതാണ് എന്ന രീതിയിലേക്ക് ഇത് പറഞ്ഞു വെക്കും. ഇനി ഏറ്റവും ഒടുവിൽ മതപ്രചാരകർ എന്താ ചെയ്യുന്നത്? ദഅവ ഗ്യാങ് ആയിട്ട് നടക്കുന്ന ആളുകൾ, ഇപ്പോൾ മുഹമ്മദ് ഹിജാബിനെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വെസ്റ്റേൺ ഒരു ക്യാരക്ടറാണ് ആൾ. UK-യിൽ വലിയ തോതിൽ ഒരു അഗ്രസീവായിട്ട് ഈ ദഅവ നടത്തുന്ന ഒരു ആളാണ്. ആളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആൾ പറഞ്ഞിരിക്കുന്നത് ഓരോ ഇന്ത്യൻ മുസ്ലിമും
പഹൽഗാം ഈ വിഷയത്തിൽ ഇന്ത്യൻ ആർമിയോടൊപ്പം അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കാഫിറായി മാറും എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം തെളിവായിട്ട് ഇസ്ലാമിലെ ഖുർആനിലെ ആയത്തുമാണ് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ആൾ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഇന്ത്യയോടൊപ്പം നിന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ കാഫിറായിട്ട് മാറും എന്ന് പഠിപ്പിക്കുന്നു. അതിന് ഖുർആൻ തന്നെ തെളിവായിട്ട് വെക്കുന്നു. എന്നിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താ കാരണം എന്നും കൂടി. കാരണം നിങ്ങൾ അവിടെ വിജയം ആരുടെയാണ് ആഗ്രഹിക്കുന്നത്? മുസ്ലിമിൻ്റെ അല്ല, പാകിസ്ഥാനാണല്ലോ മുസ്ലിം. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നത് ഹിന്ദുത്വവാദികളുടെയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇന്ത്യയെ മൊത്തം ഹിന്ദുത്വ ആയിട്ടാണ് അവരൊക്കെ കണ്ടുവച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമുക്കിവിടെ ഇന്ത്യക്കകത്തിരുന്നിട്ട് നമ്മൾ പറയും ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ വേറെയാണ്, ബാക്കി ഹിന്ദുക്കൾ വേറെയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പുറത്ത് അങ്ങനെയല്ല. പുറത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മൊത്തം ഹിന്ദുത്വയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഏതുപോലെ ഇപ്പോൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇസ്രായേലിനകത്ത് മുഴുവൻ സയനിസ്റ്റുകളാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സയനിസ്റ്റാണെന്നോ. ഇസ്രായേലിനകത്ത് സയനിസ്റ്റുകളല്ലാത്ത ആളുകളുണ്ടാവാം. പക്ഷേ അവരുടെ പ്രശ്നം അതൊന്നുമല്ല. അവരുടെ പ്രശ്നം എല്ലാ ജൂതന്മാരും വലിയ തോതിൽ തീവ്രന്മാരാണ് എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് വളരെ തീവ്രമായ നിലപാടുകൾ കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. സയനിസം എന്ന് പറഞ്ഞാൽ തീവ്രതയൊന്നുമല്ല. ഇസ്രായേലിന് സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളൊരു സയനിസ്റ്റാണ്. അത്രേ അതിനകത്ത് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ബാക്കിയുള്ള ആളുകൾ വെച്ച് കെട്ടി കൊടുക്കുന്ന സംഗതിയാണ്. പക്ഷേ അവരൊരു ഡെഫിനേഷൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. സയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തീവ്രവാദമാണെന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. അതേപോലെ ഇവിടെയും നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുത്വ ആണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെന്തോന്നുള്ളത് വേറെ വിഷയം. പക്ഷേ എല്ലാ ആളുകളും അങ്ങനെയാണെന്നും അതിനോടൊപ്പം നിലനിൽക്കുന്ന ഓരോ ഇന്ത്യൻ മുസ്ലിമും കാഫിറാണെന്നും കൂടി പഠിപ്പിച്ചു വെക്കുമ്പോൾ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇതാണ് മതം പഠിപ്പിച്ചു വെക്കുന്നത്, ഇതാണ് പാകിസ്ഥാനി പഠിപ്പിക്കുന്നത്, ഇതാണ് ബംഗ്ലാദേശിൽ പഠിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ നമ്മളിത് കണ്ടതല്ലേ. ഇതേ അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഈ പറയുന്ന ഹിന്ദുത്വ ശക്തിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ബംഗ്ലാദേശിയെയും പാകിസ്ഥാനിയെയും നമ്മൾ കാണുന്നു. മറ്റ് മുസ്ലിം രാജ്യങ്ങളെ കാണുന്നു. തുർക്കിയിൽ നിന്ന് നമ്മൾ കാണുന്നു. ഇവരാർക്കാ സപ്പോർട്ട് കൊടുക്കുന്നത്? ഇന്ത്യയിൽ നിന്നുള്ള ഈ ജിഹാദി ആശയം കൊണ്ട് നടക്കുന്ന അത്തരം പോസ്റ്റുകൾ ഇടുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പോസ്റ്റിൻ്റെ താഴെയാണ് ഇത് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഈ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ആളുകളെന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ കാശ്മീരി മുസ്ലിങ്ങളെ കണ്ടുപിടിക്കുമെന്ന്. ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലുള്ള തുരപ്പം പണിയുമായിട്ട് നടക്കരുത് ഇന്ത്യൻ മുസ്ലിങ്ങളെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് വളരെ ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമയം നമ്മൾ അതിക്രമിച്ചു എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിരുദ്ധത, അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇന്ത്യ വിരുദ്ധത അതിവിടെ ഉണ്ട്. ആ സാധനത്തെ ഗസ്വായ് ഹിന്ദ് അടക്കമുള്ള സംഗതികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും പ്രധാനമായിട്ട് ഈ 3 സ്ഥലങ്ങളിൽ അതൊരു വലിയ ചർച്ചയാക്കി നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആഗോളതലത്തിൽ എങ്ങനെയാണോ ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടന്നിരുന്നത്, ഗ്ലോബലൈസ്ഡ് ഒരു ആസാദ് കാശ്മീർ ആയിരിക്കും നമ്മൾ ഭാവിയിൽ അല്ലെങ്കിൽ കാണേണ്ടി വരിക. അതിനും വേണ്ടിയിട്ട് നിലവിളിക്കുന്നത്. കാരണം പാലസ്തീൻ ഇസ്രായേൽ വിഷയമൊക്കെ അധികം നാളിൽ ഇനി വേണ്ടി വരില്ല അത് പരിഹരിക്കപ്പെടാൻ. അത് അവിടെ മാറും. പിന്നീട് ഇവർക്ക് റെലവൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ചില ഇഷ്യൂസ് വേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ അവർ എടുത്തു വെക്കാൻ പോകുന്നത് ഈ പറയുന്ന കാശ്മീർ, ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുത്തിത്തിരിപ്പ് പരിപാടിയായിരിക്കും. അന്ന് ഇതിൻ്റെ പിന്നിൽ അണ്ടർപ്ലേ ചെയ്യുന്നത് ഈ മതം തന്നെയായിരിക്കും. അന്നും അതിന് ഏറ്റവും കൂടുതൽ വഴിവെക്കുക ഈ ജിഹാദി ആശയങ്ങളായിരിക്കും, ഈ ജിഹാദികളായിരിക്കും. അപ്പോൾ അതിന് തടയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൗണ്ട് വർക്ക് ചെയ്ത് വെക്കണം. അതിന് ഏറ്റവും പ്രധാനമാണ് ഈ പറയുന്ന സംഗതി എന്നാണ് പറയുന്നത്. ഈ അബ്രഹാം അക്കോർഡ്സ് എങ്ങനെയാണോ മിഡിൽ ഈസ്റ്റിൽ ആ ഒരു ജൂതവിരുദ്ധതയുടെ നടുവൊടിച്ചത് എന്ന് പറഞ്ഞ മാതിരി ഒരു വാജ്പേയി അക്കോർഡ്സ് അത് ഇവിടെ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള ഇന്ത്യ വിരുദ്ധത, ഈ മതാടിസ്ഥാനമുള്ളത്, അത് ഇവിടെ നടുവൊടിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് അതിൻ്റെ ഒറ്റമൂലി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. യെസ്, എന്തായാലും ആരിഫ് സാറിന്റെ ഈ ഒരു ഒറ്റമൊഴി എബ്രഹാം അക്കോർഡ്സ് എന്നതുപോലെ ഒരു വാജ്പേയി അക്കോർഡ്സ് എന്നുള്ളത്, ഒപ്പം ഒരു ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധത എന്നുള്ളതിനുള്ള ഒരു ലോകരാജ്യങ്ങൾ അഡ്രസ് ചെയ്യുന്നത് പോലെ ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂ മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് എന്നത് ഈ ഒരു ഒറ്റമൂലിയിട്ട് പരിഹരിക്കപ്പെടാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളത് നമുക്കൊന്ന് അങ്ങനെ പ്രത്യാശിക്കാം ആ രീതിയിൽ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.